ആശാ വർക്കേഴ്സുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മന്ത്രി വീണ ജോർജ് ഇപ്പോൾ നിയമസഭയിൽ മറുപടി നൽകുകയാണ്. ആശാ വർക്കേഴ്സിന് രാജ്യത്ത് ഏറ്റവും അധികം ഓണററി നൽകുന്നത് കേരള സർക്കാർ എന്നാണ് വീണ ജോർജിൻ്റെ അവകാശവാദം. ആശാ വർക്കേഴ്സ് ലഭിക്കേണ്ട 100 കോടി രൂപയിൽ 1 രൂപ പോലും കേന്ദ്രം ഇനി നൽകിയിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. നിയമസഭയിൽ നൽകുന്ന മറുപടിയിലേക്ക് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല സർ, ഇതിന്റെ ഭാഗമായി ആശമാർ ഉന്നയിച്ചിട്ടുള്ള, ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ സാർ, ഇപ്പോൾ നമ്മുടെ ശൈലി പോപ്പുലേഷൻ സർവേ നടക്കുന്നു. അതേ സമയം തന്നെ കേന്ദ്രത്തിന്റെ ഒരു TB പ്രോഗ്രാം വന്നു. അപ്പോൾ അതിന് ചുമതലയുള്ള ചില 1-2 ഉദ്യോഗസ്ഥർ TB പ്രോഗ്രാമിന്റെ സർവേ പ്രത്യേകം നടത്തണമെന്ന് പറഞ്ഞു. 6-ാം തീയതിയിലെ സമരത്തിൽ ആശമാർ ഇക്കാര്യം കൂടി ഉന്നയിച്ചു സർ. അപ്പോൾ ഈ അവരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് ശൈലി സർവേയിൽ ഇത് ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ അത് പരിഗണിക്കേണ്ടതില്ല എന്ന് പറയുകയുണ്ടായി. സർ, ഇനി ഒരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന്, അതായത് ഈ സ്കീം സംബന്ധിച്ച കാര്യങ്ങളിൽ കാതലായ മാറ്റം വേണമെന്ന് പറഞ്ഞു. സർ, 2023-24 സാമ്പത്തിക വർഷം, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആശമാർക്ക് കൊടുക്കേണ്ടിയിരുന്ന 100 കോടി രൂപയിൽ 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല സർ. 1 രൂപ പോലും നൽകിയിട്ടില്ല സർ. നാം വളരെ ഗൗരവത്തോടെ കാണുന്ന ഒരു വിഷയമാണ്. അന്ന്, അതായത് കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒരു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ കേന്ദ്രം പറയും ഇത്ര കോടി രൂപ നിങ്ങൾക്ക് തരും. ഇതിൽ 60% കേന്ദ്രം തരും, 40% സംസ്ഥാനം നൽകും. ഞാൻ ഇൻസെന്റീവിന്റെ കാര്യം പറഞ്ഞല്ലോ സാർ. അത് കേന്ദ്രം മാത്രമല്ല നൽകുന്നത്. ഫിക്സഡ് ഇൻസെന്റീവും മറ്റ് ഇൻസെന്റീവും കേന്ദ്രവും സംസ്ഥാനവും 60-40 അനുപാതത്തിലാണ് നൽകുന്നത്. ഈ പറഞ്ഞ തുകകളെല്ലാം തന്നെ 7000 രൂപ സംസ്ഥാനം മാത്രം നൽകുന്ന ഓണറേറിയമാണ് സാർ. ഈ 100 കോടി രൂപ കേന്ദ്രം നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല, ഇത് സംബന്ധിച്ച് തുടർച്ചയായിട്ടുള്ള ആവശ്യങ്ങൾ കേന്ദ്രത്തിന്റെ മുന്നിൽ ഈ അഭ്യർത്ഥനകൾ നടത്തിയിരുന്നെങ്കിലും അതിൽ അനുഭാവപൂർണ്ണമായിട്ടുള്ളൊരു നിലപാട് ഉണ്ടായിട്ടില്ല. അക്കാര്യം സാക്ഷാത്കരിച്ചിട്ടുമില്ല എന്നുള്ളത് കൂടി ഈ സഭയെ ഞാൻ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സാർ. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞൊരു വിഷയത്തിൽ അതിൽ അംഗം പറഞ്ഞ അതേ നിലപാട് തന്നെ സർക്കാരിനും ആ നിലപാടാണ് സാർ ഉള്ളത്. അതിൽ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ആശമാർ കൂടി ഉൾപ്പെടണം എന്നുള്ളത് തന്നെയാണ്. വീണ്ടും ഇക്കാര്യം കേന്ദ്രത്തോട് നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ്. നിയമസഭയുടെ മുന്നിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു ഉമേഷ്. പറയൂ വിശദാംശങ്ങൾ. SKN ശ്രദ്ധ ക്ഷണിക്കുന്നതിൽ K. ശാന്തകുമാരി MLA ആണ് ഇത്തരമൊരു ആവശ്യം നിയമസഭയിൽ ഉന്നയിച്ചത്. പ്രധാനമായി ഈ ആശാ വർക്കേഴ്സിനെ സർക്കാർ ജീവനക്കാർ അല്ലെങ്കിൽ ജോലിക്കാർ എന്ന നിലയിൽ കാണണം. നിലവിൽ അവരെ ഒരു സന്നദ്ധ പ്രവർത്തകരായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ജോലിക്കാർ തൊഴിലാളികളായി കണ്ടാൽ അവർക്ക് മിനിമം വേതനമായ 21,000 രൂപ വരെ നൽകാൻ കഴിയും എന്നുള്ളൊരു ആവശ്യം ശാന്തകുമാരി മുന്നോട്ട് വെച്ചു. ഇതിന് ആരോഗ്യമന്ത്രി മറുപടി പറഞ്ഞത് കേന്ദ്ര നിയമപ്രകാരമാണ് ഇപ്പോൾ ആശമാർ ജോലി ചെയ്യുന്നത്. ആശമാർ ഒരു കേന്ദ്ര സ്കീമാണ്. അതുകൊണ്ട് തന്നെ കേന്ദ്രം തന്നെ ഇതിൽ തീരുമാനമെടുക്കണം. ആ കാര്യം സംസ്ഥാനം കേന്ദ്രത്തോട് ആവശ്യപ്പെടും. അതായത് ആശാ വർക്കേഴ്സിനെ ഒരു തൊഴിലാളിയായി കണ്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കണമെന്നുള്ള ആവശ്യം കേരളം കേന്ദ്രത്തോട് ആവശ്യപ്പെടും. പാർലമെന്റിൽ MP-മാർ അടക്കമുള്ളവർ ഈ ആവശ്യം മുന്നോട്ട് വെക്കണം. എന്തായാലും ഇപ്പോൾ നടക്കുന്ന സമരത്തെ ആരോഗ്യമന്ത്രി വീണ്ടും തള്ളുകയാണ്. കാരണം കേരളമാണ് രാജ്യത്തെ മറ്റേത് സംസ്ഥാനത്തെക്കാളും ഏറ്റവും കൂടുതൽ ഓണറേറിയം ഇപ്പോഴും നൽകുന്നത്. കഴിഞ്ഞ ജനുവരി മാസത്തെ ഓണറേറിയം പരിശോധിച്ചാൽ തന്നെ 90% പേരും 10,000-ന് മുകളിൽ ഓണറേറിയം കൈപ്പറ്റിയവരാണ് എന്നും ആരോഗ്യമന്ത്രി നിയമസഭയിൽ ന്യായീകരിച്ചു. SKN. താങ്ക് യു ഉമേഷ് ബാലകൃഷ്ണൻ.